വലിയൊരു പ്രശ്നമുണ്ട് നമ്മുടെ വഖഫ് ബോർഡ് എന്നുള്ളത്. എന്നാൽ അതിന് ആ പ്രശ്നം തീർക്കാൻ ഇവിടെ ഗവൺമെന്റ് ഉണ്ട്. അതുപോലെ വഖഫ് സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കാം. ഇവിടെ അതിൻ്റെതായിട്ടുള്ള ആളുകളുണ്ട്. നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാല് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദ് അവിടെ വഖഫ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തില് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ട് ഒരു വോയിസ് ഇപ്പൊ നമ്മളെ അടികൂടൊക്കെ നടക്കുന്നുണ്ട്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് മഞ്ചേരിക്കാരനാണ് ഞാൻ. മഞ്ചേരിയുള്ള ഒരു കഥ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിന് വഖഫ് സ്വത്തുക്കളിൽ ഒരുപാട് കട റൂമുകളുണ്ട്, ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കട റൂമുകളുണ്ട്. അത് വാടക കൊടുത്തിട്ട് അതിന്റെ വരുമാനം പള്ളിക്കാണ്, വഖഫ് സ്വത്തിന്റെ ആണല്ലോ. പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന ആരാണ്, ഇന്ന് അത്ര വാടക കിട്ടുന്നത് മാത്രം നിങ്ങൾ മഞ്ചേരി പോയി അന്വേഷിച്ചോളി. ഞാൻ ആളെ വിട്ടുതരാം. നിങ്ങൾക്ക് ആരെങ്കിലും ചങ്കൂറ്റുള്ള ലീഗാരുണ്ടെങ്കിൽ മഞ്ചേരിക്ക് ഫോർവേഡ് ചെയ്തോളി. ഇന്നും 2500-3000 രൂപയാണ് ഒരു റൂമിന് പള്ളിക്കൊക്കെ കിട്ടുന്നത്. ആ റൂം ആ കൈവശപ്പെടുത്തിയ ആളുകൾ മറിച്ച് കൊടുത്തിട്ടുള്ള 30,000, 25,000, 35,000 വാടകക്കാണ്. പള്ളിക്ക് കിട്ടുന്ന എത്രയാണ്? വെറും 2500-3000 രൂപ. ഒരുപക്ഷെ വഖഫ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായൊരു കാലഘട്ടം തീർന്നിട്ടുണ്ട്. അതൊരു വിഷയം അവിടെ അല്ല. ഇപ്പോ ആ ഒരു സെൻട്രൽ പള്ളിക്കത്തെ പ്രസിഡന്റ് അടക്കം നമ്മളെ അറിയിച്ചിട്ടുണ്ട് ആ വിഷയം. പറഞ്ഞപ്പോ ഞാൻ ഈ വോയിസ് കുറെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇപ്പൊ കണ്ടു. ഇത് 4-5 വർഷം മുമ്പ് ഞാൻ ആരംഭിച്ച ഒരു ആരോപണം. ഈ മഞ്ചേരി പല ഗ്രൂപ്പുകളിലും ഇങ്ങനെ മഞ്ചേരി സെൻട്രൽ പള്ളിയിലെ മേൽവാടക കൊടുത്തൊരു പ്രശ്നം ഒരു വാട്സപ്പില് ഒരു കൂട്ടായ്മയിൽ പറഞ്ഞു. പിന്നെ അതൊരു വേറൊരു സുഹൃത്ത് ഏറ്റെടുത്ത് പറഞ്ഞു. അപ്പൊ അതിനുണ്ടായ സംഭവങ്ങൾ പറഞ്ഞാൽ പള്ളി കമ്മിറ്റി അല്ല, ഈ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ കമ്മിറ്റി അല്ല മേൽവാടക കൊടുത്തിട്ടുള്ളത്. അതില് അവർ വാടകക്കാരൻ ഇതുപോലെ നമ്മൾ ആരോപിക്കുന്ന കാലത്ത് മേൽവാടക കൊടുത്തിരുന്നു. ആ കൊടുത്തത് കമ്മിറ്റി അറിയാതെ കൊടുത്തതാണ്. കമ്മിറ്റി അതിൽ 100% അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ അതിലൊരാള് മേൽവാടക കൊടുത്തുവിടുന്ന് ആ രേഖാമൂലം അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവര് ആദ്യം പള്ളി കമ്മിറ്റിക്ക് കൊടുക്കുക എഗ്രിമെന്റ് കൊടുത്ത ആളെ വിളിച്ച് അന്വേഷിച്ചപ്പോ അവന്റെ അനിയനെ കൊടുത്തതാണ്. പക്ഷെ അനിയനല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടപ്പോ അവനെ മാർജിൻ ചെയ്തവന്റെ പേരിൽ കേസ് ഫയൽ ചെയ്യും. ഇങ്ങനെ പള്ളിയുടെ പോലെ കൊടുത്താലെന്ന് പറഞ്ഞപ്പോ ഓമറിന്റെ അഡ്വാൻസ് മടക്കി തരാം, ഞങ്ങൾക്ക് ഇന്ത്യയിലാണ്. അങ്ങനെ അതിന് തൊട്ടപ്പുറത്ത് റൂമുകാരന് അതിലേറെ അഡ്വാൻസിനും അതേ മേൽവാടകക്കും കൊടുത്ത അതേ വാടകയ്ക്ക് കമ്മിറ്റി നിലനിർത്തി കൊടുക്കുകയായിരുന്നു. അല്ലാതെ വഖഫിന്റെ മഞ്ചേരി സെൻട്രൽ പള്ളികള് പള്ളിന്റെ കീഴിലുള്ള ഒരു ബിൽഡിങ്ങും അങ്ങനെ പള്ളി കമ്മിറ്റിയിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെ വാടക കൊടുത്തൊരു ചരിത്രം മഞ്ചേരിക്ക് ഇപ്പല്ല. 4-5 വർഷം ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. അത് എനിക്കറിയുന്ന കേസായതുകൊണ്ട് ഞാൻ എന്റെ കൃത്യമായ പോലെ ബോധ്യപ്പെടുത്തി. ഇപ്പോഴും ആ വോയിസ് മഞ്ചേരി സെൻട്രൽ പള്ളിൻ്റെതാണെന്ന് പറഞ്ഞ് നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. അത് വളരെ അപകടമാണ്. അപ്പൊ അത് അവന്റെ പള്ളി കമ്മിറ്റിക്കാരൻ തന്നെ ഇപ്പോഴും ആ വോയിസ് വരുന്നുണ്ടെന്ന് പലവരും എന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ പറയുന്നത് ആ വോയിസ് ഇപ്പൊ ഒരു 5 വർഷമായിട്ട് വളരെയധികം അത് സ്വകാര്യമായിട്ട് ചെയ്തല്ല. ഒരു പള്ളിക്കുന്ന ലേലം വിളിച്ച് എടുക്കുന്ന റേറ്റിന് ആ വാടകക്കും കൊല്ലം വർഷ അതിന്റെ വാടക ഉയർത്തി കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ അവിടെ പള്ളിയിലെ കെട്ടിടങ്ങളൊക്കെ പോകുന്നത്. പക്ഷെ നമ്മൾ അടുത്ത പ്രദേശത്ത് പട്ടർകുളം പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ ഇതുപോലെ ഒരു അനുഭവമുണ്ട്. ആ പള്ളിക്ക് വാടക കൊടുത്ത് ഈ 10-15 ലക്ഷം ഉറുപ്പോളം മുടക്കി ആ ഒരു ഉറുപ്പിയും കൊടുക്കാതെ അതിന് കച്ചവടം ചെയ്തെന്ന് പട്ടർകുളം പറഞ്ഞ പള്ളി കമ്മിറ്റിയിൽ ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അതിന് കമ്മിറ്റി അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു. കമ്മിറ്റി ഒന്നായി യോഗം കൂടി കമ്മിറ്റി തീരുമാനം അറിയിച്ചു. 2 കൂട്ടരിൽ നിന്ന് മാറിക്കളി, നിങ്ങളെ സാധനങ്ങൾ പൊളിച്ചുകൊണ്ടേ കൂടി സെഡ് പള്ളിൻ്റെതാണ്. ആ സെഡ് പള്ളി ഉണ്ടാക്കിയപ്പോ ഇവന്റെ ഇത് വിലക്ക് വാങ്ങി, പള്ളി കമ്മിറ്റി വിലക്ക് വാങ്ങി. ആ സെഡ് മാത്രമേ ഞങ്ങളുള്ളൂ, ബാക്കിയുള്ള സാധനമായിട്ട് ഒഴിഞ്ഞരണം എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ കച്ചവടം ചെയ്യുന്ന ആള് പള്ളി കമ്മിറ്റിന്റെ പേരിൽ സ്റ്റേ കൊണ്ടുവന്നു, കോടതി കൊടുത്തിട്ട്. അത് ആ മയക്ക് പറഞ്ഞ ആൾ തന്നെയാണ്. അതിന് പള്ളി കമ്മിറ്റി അത് നഷ്ടപ്പെട്ട 15 ലക്ഷം രൂപ നഷ്ടം ചോദിച്ചിട്ടാണ് അവന് പള്ളി കമ്മിറ്റിക്ക് കൊടുത്തത്. 1 വർഷമായിട്ട് പള്ളി കമ്മിറ്റിക്ക് വാടക ഈ വിധം കൊടുക്കണില്ല. സെൻട്രൽ ജുമാ മസ്ജിദ് പറഞ്ഞത് 100% തെറ്റാ. ഇത് പട്ടകുളത്ത് മാത്രമേ നടക്കുള്ളൂ എന്നുള്ളതാണ്. പിന്നീട് മയലുണ്ട്, ആ മയലിൽ ഞാനൊരു മെമ്പറാണ്, പള്ളി കമ്മിറ്റിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളവരാണ്. വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ നടക്കൂല. അല്ലാതെ മഞ്ചേരി സെൻട്രൽ പള്ളിനെ സംബന്ധിച്ച് ഒരു വാഗ്ദാനവും ഇപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നം മഞ്ചേരി സെൻട്രൽ പള്ളിനെ കുറിച്ചില്ല. ആരെങ്കിലും ആ വോയിസ് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടി ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം. ഒരു നല്ല നിലക്ക് പോകുന്ന ഒരു കമ്മിറ്റിനെയും ഒരു പള്ളിനെ 100 കണക്കിനല്ല 1000 കുടുംബങ്ങളെ സഹായിക്കുന്ന 1000 ആൾക്കാരുടെ മയനാണ് സെൻട്രൽ പള്ളി. ആ സെൻട്രൽ പള്ളിന്റെ കീഴിൽ വീട് വെച്ചു കൊടുത്ത് വീടില്ലാത്തവരെ സഹായിച്ച്, കിഡ്നി രോഗികളെ സഹായിച്ച്, ഡയാലിസിസ് ചെയ്യാൻ പോലും അതിനു വേണ്ടി പള്ളി കമ്മിറ്റിന്റെ ലെറ്റർ പ്രകാരം സബ്സിഡി വരെ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇല്ലാത്ത പ്രചരണങ്ങൾ ഉണ്ടാക്കിയിട്ട് സെൻട്രൽ പള്ളിയെ അതിലേക്ക് വലിച്ചെടുക്കരുതെന്ന് ഇന്ന് അതില്ലാത്തൊരു സംഗതി പ്രചരിച്ചപ്പോ ഇതിന് നാസർ ഇങ്ങനെ ചാനലിലേക്ക് ഒരു അഭിമുഖം തന്നൂടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ അവനോട് ആ ക്ലിപ്പ് കണ്ടപ്പോ അവനോട് പറഞ്ഞു, ഈ ക്ലിപ്പ് വ്യാജമാണ്,
അങ്ങനെ സംഗതിയില്ല. അത് പ്രചരിപ്പിക്കുന്നവരോട് അത് ഒഴിവാക്കാൻ പറയണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ പൊതുജനോട് പറയാനുള്ള എന്തെങ്കിലും ഡൗട്ടോ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പള്ളിന്റെ പ്രസിഡന്റായിട്ട് ബന്ധപ്പെടാം. ഈ കാലത്തായിട്ട് ബന്ധപ്പെടാൻ ആരാന്ന് വെച്ചാൽ ആർക്കും ബന്ധപ്പെടാം. എന്തെങ്കിലും സംശയം ഉണ്ട്. ഈ കാലത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മുടെ നാട്ടിൽ കിടക്കുന്ന വഖഫ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാം മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും വലിയൊരു സംഭവമാണ് പള്ളി. അതേപോലെ മദ്രസ് എന്നൊക്കെ പറഞ്ഞാൽ എതിർക്കുന്നവർക്ക് എന്തോ ആവാം. മദ്രസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവൻ തൊട്ട് അവസാനം വരെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതും നല്ല ഇൽമു പഠിപ്പിക്കുന്ന, അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടാം. പക്ഷെ അതിന്റെയൊക്കെ മുകളിലാണ് മദ്രസ എന്നുള്ളതും ആ മദ്രസ് പള്ളിയൊക്കെ പരിപാലിക്കുക എന്നുള്ളതും അതിലേക്ക് വേണ്ടത് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിന്റെ മോളിൽ ഈ വഖഫിനെ പോലെ പിടിച്ചെടുത്ത് അതിനൊരു മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിഷയം ഉണ്ടാക്കി അതൊക്കെ ഒരു കോടതിക്ക് വിടുമ്പോൾ അതൊക്കെ ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിന്റെ വളരെ ഒരു മോശമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ തലമുറ ഒരു സെന്റ് ഭൂമി സ്വന്തമായിട്ട് അനുഭവിച്ചുണ്ടാക്കിയ റോഡിനും സ്കൂളിനും കോളേജിനും അംഗനവാടിക്കും പള്ളിക്കും മദ്രസിനും അമ്പലത്തിനും ഒന്നിനും കൊടുക്കാനുള്ള ഒരു കാഴ്ചപ്പാടുകൂടിയല്ല ഇന്നത്തെ തലമുറ പോണത്. നമ്മളെല്ലാവരും കാണുന്നതാണ്. നമ്മുടെ തലമുറകളുടെ നമ്മളൊക്കെ വല്യാപ്പാരും ബാപ്പാരും കൊടുത്തതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഇനി അതൊക്കെ പറഞ്ഞാൽ വളരെ കറക്റ്റ്. ഇനി ഒരു തലമുറ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ല. അപ്പൊ ഇനി ഉള്ളതെങ്കിലും നമ്മൾ പിടിച്ചു വെക്കുക എന്നുള്ളത് ഏത് പള്ളിയായാലും അമ്പലായാലും ഈ ക്രിസ്ത്യൻ പള്ളിയായാലും ഏതായാലും ഈ കൊടുത്തത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാതും മറന്ന് രാഷ്ട്രീയവും ജാതി മതമൊക്കെ മറന്ന് എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിക്കണം എന്നും കൂടിയാണ് ഈ സമയത്ത് പറയാറ്.